ഈ ഭൂഗോളം ആലങ്ങാട് അച്യുതൻ മാഷ് ക്ലാസ് മുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. മാഷ് ഇന്നില്ല. മകൻ പ്രകാശനാണിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ മാപ്പ് നോക്കി വെള്ളമിറക്കാൻ. ഇന്ന് ഇത്രയും മതി. ഇനി പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറയാം. ഡോക്ടറാവാനാണ് പ്രകാശൻ ആഗ്രഹിച്ചത്. പക്ഷെ നേഴ്സാവാനേ കഴിഞ്ഞുള്ളൂ. പാസ്സായി കഴിഞ്ഞപ്പോൾ നേഴ്സിൻ്റെ ജോലിക്ക് ഡിഗ്നിറ്റി പോരാന്നൊരു തോന്നൽ. തെങ്ങേ കയറി ഒരു തേങ്ങ ഇടാൻ പറഞ്ഞാൽ കേൾക്കില്ല. തെങ്ങ കയറാനല്ല ഞാൻ ഡിഗ്രി എടുത്തത്. എല്ലാ മാസവും ഇവിടെ തേങ്ങ ഇടാൻ വരാറുള്ള സതീശൻ എമ്മേക്കാരനല്ലേ? സതീഷിൻ്റെ അച്ഛനും തെങ്ങേറ്റക്കാരനാ. എൻ്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. ആ വ്യത്യാസമുണ്ട്. അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്കാരം. പ്രകാശനൊഴികെ ആ വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്. ചേട്ടത്തി തയ്ക്കും, അമ്മ സഹായിക്കും. ചേട്ടൻ പ്രദീപൻ ഒരു പലചരക്ക് കട നടത്തുകയാണ്. പക്ഷെ പ്രകാശൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പ്രകാശനൊരു ചേച്ചിയും കൂടിയുണ്ട്, ഉഷ. ദുബായിൽ ഡ്രൈവറായിരുന്ന വസന്തനാണ് ഉഷയുടെ ഭർത്താവ്. കഴിഞ്ഞ തവണ നാട്ടിൽ വരുമ്പോൾ ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വസന്തൻ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അതിന് സമ്മാനമടിച്ചത് 6 കോടി രൂപ. അന്ന് മുതൽ ഒരു കോടീശ്വരനാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വസന്തൻ. കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരിനം മലയാളിയുടെ പൊതു സ്വഭാവം പ്രകാശനമുണ്ട്. ചെന്നൈ മേൽ പിടിക്കാനുള്ള വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം, സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്നു. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അടുത്ത ആഴ്ച രാമകൃഷ്ണൻ ഇടക്കാലത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലോ എന്നാലോചിച്ചു. അഴിമതിയാണ് ഉന്നം. ആത്മാർത്ഥതയില്ലാത്ത വാചകമടിയിൽ വിജയിച്ചാൽ ചിലപ്പോൾ MLA യോ മന്ത്രിയോ ആയാലോ. എന്താ പ്രകാശ? എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഞാൻ മാധവേട്ടൻ്റെ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. പക്ഷേ ഒരു പണിയും ചെയ്യാതെ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരാ പാർട്ടിയിൽ കൂടുതലും. ഇവന്മാർക്ക് ചെലവിന് കൊടുക്കാൻ തന്നെ ഫണ്ട് തികയുന്നില്ല. പ്രകാശം പോയിട്ട് പിന്നെ വാ. പ്രകാശൻ എന്ന പേര് പഴഞ്ചനായി തോന്നിയതുകൊണ്ട് ഈയിടെ അതൊന്ന് മാറ്റി. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് PR ആകാശ് എന്നാക്കി. അതെ, നമ്മുടെ ഈ പാലക്കാവ് മാതച്ചന്റെ വീട് എവിടെ? ഈ ഹൈറ്റില് വരച്ചിട്ട് കട്ടിമീശുള്ള ടൗണില് വളണ്ടിപ്പോൾ നമ്മുടെ മാതച്ചൻ. നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 കിലോമീറ്റർ പോകണ്ടോ? അവിടെ ഒരു കൊടിമരമൊക്കെയുള്ള ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ടേൺ റൈറ്റ്. പിന്നെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പോകണ്ടേ, അവിടെ പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റ് ആണ് ശിവക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത് തന്നെ. ആരെങ്കിലും ചോദിച്ചാൽ മതി. ആ ജംഗ്ഷൻ മിസ് ചെയ്യണ്ട. മാത്തച്ഛന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ? വലിയ കാറൊക്കെ ഉള്ളവരല്ലേ, ചുറ്റിട്ട് വരട്ടെ. ഒട്ടന്മാര്
ഇതൊരു പെണ്ണുകാണൽ ചടങ്ങിനുള്ള യാത്രയാണ്. ഖത്തറിൽ ജോലിയുള്ള പ്രകാശന്റെ സുഹൃത്ത് ബാഹുലേയൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കൂട്ടിന് പ്രകാശനെയും വിളിച്ചു, അതിൻ്റെ അപകടം അറിയാതെ. കൂട്ടുകാരൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ വീട് കണ്ടപ്പോൾ തന്നെ പ്രകാശനൊന്ന് ഞെട്ടി. അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഖത്തറിൽ പോയത്. 2 വർഷം കൊണ്ട് അറബി പഠിച്ച് കമ്പനിയുടെ മാനേജറാക്കി. എവിടെ പഠിച്ചതൊക്കെ? ബിടെക് ഒക്കെ അമ്പത്തൂരാണ്. പിന്നെ സ്കൂൾസൊക്കെ ഇവിടെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇയാൾ എന്താ ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ? ബിസിനസ്. എന്നാ പിന്നെ മോളെ വിളിക്കാം. അമ്മോ, പെൺകുട്ടിയാണെങ്കിൽ ഇത്തിരി മോഡേൺ, നല്ല സുന്ദരി. പ്രകാശന്റെ മനസ്സിൽ അസൂയ മുളപൊട്ടാൻ തുടങ്ങി. ഞങ്ങൾക്കാകെയുള്ളത് ഒരൊറ്റ മോളാ. ഞാനുണ്ടാക്കിയതെല്ലാം അവൾക്ക് മാത്രമുള്ളതാണ്. നല്ല കുട്ടി, എനിക്കിഷ്ടായി. തറവാട്ടുകാരാ, ഇനി വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ബാഹുബലി അല്ല, ബാഹുലേ, നമുക്കിത് വേണ്ട. അതെന്താ? നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ഈ കുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളുടെ മുഴുവൻ ചരിത്രം എനിക്കറിയാം. നമുക്ക് പറ്റിയ ബന്ധമല്ല. പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ. നിനക്ക് എന്നെ വിശ്വാസമില്ല? ഉണ്ട്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത് വിചാരിച്ചാൽ മതി. ഇത് വിടുന്നതാണ്. വിട്ടോ വിട്ടോ. ബാഹുലേയം വിട്ടെങ്കിലും പ്രകാശം വിട്ടില്ല. ആ സമ്പന്ന സുന്ദരി പ്രകാശന്റെ മനസ്സിൽ ഒരു മോഹപുഷ്പമായി വിടർന്നു നിന്നു. നേരായ മാർഗത്തിൽ അവളെ കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പ്രകാശൻ പ്രണയമാർഗത്തിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കി. ഇത് സലോമി. നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ പ്രകാശൻ്റെ ജൂനിയറായിരുന്ന സലോമിയെ ഒരു പുളിങ്കൊമ്പാണെന്ന് കരുതി പ്രകാശൻ കയറി പിടിച്ചതായിരുന്നു. അങ്ങനെയല്ലെന്നറിഞ്ഞ നിമിഷം അവളെ കൈവിടുകയും ചെയ്തു. പക്ഷെ വിധി അവളെയും കൊണ്ട് പ്രകാശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാര്? സലോമി, ബാംഗ്ലൂരിലെ നഴ്സാണ്. പ്രകാശനല്ലേ? കളിയാക്കിയതാണെങ്കിലും സംശയം കറക്റ്റാ. ഞാനിപ്പോൾ പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ആള് പഴയ തന്നെയല്ലേ? ഞാൻ വിളിക്കാതിരുന്നത് നമ്പർ ഡിലീറ്റ് ആയി പോയി. സലോമി വിളിച്ചപ്പോൾ ഫോൺ സൈലന്റിലായിരുന്നു. ഇങ്ങനെ കുറേ നുണകൾ മൊബൈൽ ഫോണിന്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറ. ഇനിയിപ്പം സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. സലോമി വിശ്വസിക്കില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നു. ഈ വീടൊക്കെ കണ്ടുപിടിച്ചു. വീടൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ദുഷ്ടന്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു. എന്തായാലും ബുദ്ധിയായി. ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണണം തോന്നി വന്നു. യാത്ര പറയാൻ. എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി, നഴ്സായിട്ട് തന്നെ. ഇപ്പം ഞാൻ നാട്ടിലാണ്. അധികം വൈകാതെ പോകും. അതൊക്കെ ശരിയായി. എങ്ങനെ? ശ്രമിച്ചു, കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി. കാശൊക്കെ കുറച്ച് കടായി. അത് കുഴപ്പമില്ല. അവിടുത്തെ ഒരു 4 മാസം ശമ്പളം കൊണ്ട് വീട്ടാവുന്നാലും. ഇവിടുത്തെ പോലെയല്ല. അവിടെ മാസം 3000 യൂറോ അല്ലേ ശമ്പളം. ഈ 3000 യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര?
3 ലക്ഷം. ഒരു മാസം. അങ്ങനെയാണ് പ്രകാശന്റെ ഉറക്കം പോയത്. ജർമ്മനി, താൻ എത്രയോ കാലം സ്വപ്നം കണ്ട നാടും ജോലിയും, മാസം 3 ലക്ഷം രൂപ ശമ്പളം. നിസ്സാരക്കാരിയായ സലോമി അത് നേടിയിരിക്കുന്നു. പ്രകാശനത് താങ്ങാനായില്ല. എങ്ങനെയും ജർമ്മനിയിലെത്തണം. തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഒടുവിൽ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽജി, അച്ഛൻ്റെ പഴയ സ്റ്റുഡൻറ്റ്. നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏജൻ്റാണിപ്പോൾ. ഒരുപാട് പരിചയക്കാരുണ്ട്. എന്തായാലും തൊഴിൽ രംഗത്തല്ലേ. ഗോപാൽജി വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. बड़ी बिल्डिंग साइड पे 10, खेत में 5, लोडिंग के लिए 10. सब निकलो. तुम लोग जल्दी जाओ. गोपाल जी कुछ लोग पैसा ज्यादा मांग रहा है. नहीं अभी नहीं. गोपाल जी ബിൽഡിങ്ങിന്റെ തറപ്പണിക്ക് 10 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 പേരും കൂടി വേണമെന്ന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു സുരേഷ്. അവിടെ ഭരണം മാറിയില്ലേ. ഇന്ന് 10 പേരേ ഉള്ളൂ. ബാക്കി നാളെ നോക്കാം. സബല്ലോ ജാവനാ. പ്രകാശം, നീ എന്താ ഇവിടെ ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്? ഗോപാൽജി ഒന്ന് കാണാമെന്ന് അന്വേഷിച്ച് പറഞ്ഞു. പുലർച്ചയ്ക്ക് ഈ കവലയിലുണ്ടാവുന്നു. ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരി അയച്ച് തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. അല്ല ഗോപാൽജി, ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പുലർച്ചയ്ക്ക് ഞാനിവിടെ കാത്തു നിൽക്കും. ബഗർ दो प्लेट गोनागौर मांस और छोटा रोटी दो. गोनागावर मांस. ओ बीफ करी. अंडा बीफ करी और चपाती. മദീൻ, ദോ ചായ ദേ ദോ, ചീനി കം. നിങ്ങൾ എന്താണ് നമ്മളോട് ഹിന്ദിയിൽ പറഞ്ഞത്? നിങ്ങൾക്ക് മധുരം കുറച്ച് 2 ചായ അല്ലേ, അത് നമ്മൾ തരാന്ന്. ഈ ബംഗാളികളോട് സംസാരിച്ച് വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ ഇന്ത്യയെ വരും. അപ്പോൾ പ്രകാശ. ഗോപാൽജി, പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഞാൻ പറഞ്ഞില്ലേ, ST പരസ്യം ചെയ്ത് പേര് മാറ്റി. ആകാശോ ഭൂമിയോ എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാണ് ഇപ്പോൾ ജർമ്മനി പോകുന്നത്? നഴ്സുമാർക്ക് ഇവിടെ ജോലി കിട്ടും. അതല്ല ഗോപാൽജി, ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? യൂണിഫോം ഒക്കെ ഇട്ട് വെള്ളത്തൊപ്പിയൊക്കെ വെച്ച് ഒരു മാലാക. അത് നമ്മുടെ ആണുങ്ങൾക്ക് ശരിയാകും. പിന്നെന്തിനാണ് നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പോൾ വിവരം ഉണ്ടാവും. ചായ പിടിക്കും. പ്രകാശ, ആകാശ്, ഈ ജർമ്മനി പോക്കൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നേഴ്സിനെയും കിട്ടണം. അവർക്കാണെങ്കിൽ ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ. ഹലോ, யாரு? தியாகு, டை நீ எங்கே போச்சாடு? நீ 3 நாள் லீவுன்னு சொல்லிட்டு இப்போ ஒரு வாராச்சு. गोपाल जी, ഓപ്പറേ
ആ പ്രകാശം നീ പോയില്ലേ? ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിൽ വന്ന് പോവോ? ഇന്ന് പകല് മുഴുവൻ ഞാനത് ആലോചിച്ചത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഗോപാൽജി, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാനിങ്ങനെ വേറെ സ്ഥലത്ത് പോയി താമസിക്കും. ഗോപാൽജി ചിലപ്പോൾ അത് കണ്ടുപിടിക്കും, വഴക്ക് പറയും. എന്തിന്? മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഗോപാൽജി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും. ഗോപാൽജി മാത്രം പോകുന്നില്ല. ഇതറിഞ്ഞ എൻ്റെ അച്ഛൻ അച്യുതൻ മാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തരും. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണും. ഞാനിതെപ്പോ പറഞ്ഞു? അച്ഛൻ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വന്നില്ലേ, അപ്പോൾ പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുതൻ മാഷിൻ്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ലയോ? അത് ഫീൽ ചെയ്യും. അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാന്ന് വെച്ചു. ഇവിടെയോ? പിന്നല്ലാതെ എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. വിവരമല്ലോ. ചപ്പാത്തി കൊടുന്നു ഗോപാൽജി. ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നതാ. നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട. നമ്മളെല്ലാം ഒറ്റക്കെട്ട. 2 ചപ്പാത്തി എനിക്കും കിട്ടും. അരേ ഭുവനേശ്വർ, ആ ഗോപാൽജി, 2 ചപ്പാത്തി ലാവോ നാ? 3. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ലിച്ചൻസ്റ്റൈൻ, ലക്സംബർഗ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരാളുടെ പേര് എങ്ങനെയാണ് ചോദിക്കുക? താങ്കളുടെ പേര് എന്താകുന്നു? അതിൻ്റെ മറുപടി എൻ്റെ പേര് ഇങ്ങനെ. ഇത് ജർമ്മനിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വി ഈസ്റ്റ് ഇയർ നാമ്. അതിൻ്റെ മറുപടി ഞാൻ പറയും, മൈൻ നാമ ഈസ്റ്റ് രാജ്മണി. വി ഈസ്റ്റ് ഇയർ നാമ്. Mein Name ist Dhanya. Mein Name ist Vipin. മൈ നാമ ഇസ്റ്റ് ആകാശ്. PR ആകാശ്. ചേച്ചിക്ക് ഫോൺ അതിങ്ങോട്ട് എടുത്തോണ്ട് വാ. ഹലോ, പനി കുറവുണ്ടോ? ആ പനി മാറി. പ്രകാശൻ എന്താ ഇവിടെ വന്നത്? അറിയില്ല, ഏതോ ഒരു ഉൾപ്രേരണ എന്നെ ഇവിടെ എത്തിച്ചു. എന്ന് പറഞ്ഞ കാണുമ്പോൾ നേരിട്ട് പറയാം. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ കുളിക്കാൻ പോണു. എന്നാൽ സൂക്ഷിച്ച് വിളിച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാം. बस 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 एक साथ मेरा मोबाइल पर वाईफाई नहीं मिल रहा है इधर. वाईफाई के बिना कैसे रहेंगे इधर? वाईफाई चाहिए ना मेरे को. मेरे को मच्छर का प्रॉब्लम है, रूम में मच्छर काटता है. ഹലോ, ഉള്ളിലെന്തോ ഒരു വിങ്ങല് പോലെ. വിങ്ങലെന്ന് പറഞ്ഞാൽ എന്താ? വയറുവേദന? മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ. എങ്കിൽ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ വല്ലവരോടും പറയാൻ പറ്റുന്നതല്ലേ ഇത്? പിന്നെ എനിക്കറിയില്ല. സലോമി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നാളെ പറ്റുമോ? എവിടെ വെച്ച് കാണും? അത് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ? ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോൾ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാനാ. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്നാ പുറപ്പെടുന്നത്. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ.
പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്കിഷ്ടപ്പെട്ട നോവല കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലാപ്പെട്ട പൂച്ച. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്കറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണി വരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും പറ്റില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല. സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശ് എന്നല്ല, ആകാശ്. PR ആകാശ്. സോറി. നോ പ്രോബ്ലം. Jetzt lernen wir perfekt. Was haben Sie gestern gemacht? Sagen Sie. Was haben Sie gestern gemacht? Sehr gut. Was haben Sie gestern gemacht? Ich habe ആ വാക്കെന്തായിരുന്നു പക്ഷേ? Deutsch. Deutsch gelernt. Gelernt. Danke. We gets dear, Mr. ഗോപാൽ. അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഗന്ധനല്ലേ? ജർമ്മനാ. വി ഗെറ്റ്സ് ഡിയർ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. എങ്ങോട്ടാ? അസുഖം കൊണ്ട് കൊടുത്തോണ്ട്. ഒരു കല്യാണമുണ്ട്, ഭാര്യയുടെ ബന്ധുവിൻ്റെയാ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചെലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ ഒരു നേഴ്സ്? പഠിക്കുമ്പോൾ ഉള്ള പരിചയം, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവൾക്കിപ്പോൾ ജർമ്മനി ജോലി കിട്ടി. അത് വീണ്ടും വലിയിട്ട് പിടിച്ചു. അപ്പം നീ അവളെ കിട്ടുമോ? കെട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ ആ കെട്ട് ഞാൻ അഴിക്കും. എങ്ങനെ? അല്ല, അവിടെ ജോലിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് തീ നിന്ന് പോരും. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണി പോലൊരു പെണ്ണ് വേറെ കിട്ടാമല്ലോ. അച്യുതൻ മാഷിൻ്റെ മോൻ തന്നെയാണോ നീ? ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ. ഗോപിയേട്ടാ, 10:30 അവര് പുറപ്പെടും, പോവണ്ടേ? ഞാൻ റെഡി. ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ? അതെ, പ്രകാശനല്ലേ? ആയിരുന്നു. ഇപ്പൊ ആകാശ്. PR ആകാശ്. ആകാശം ഒതുങ്ങില്ല നീ. ബഹിരാകാശ്, അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങും തൈ നടക്കുന്നവനാ ഇവൻ. അച്ഛാ, ബഹിരാകാശം എന്ന് പറഞ്ഞ സ്പേസ് അല്ലേ? അവിടെ തെങ്ങും തൈയൊക്കെ നടാൻ പറ്റൂ? പറ്റും. നിന്റെ അച്ഛൻ അച്യുത മാഷായിരുന്നെങ്കിൽ ഏത് തൈയും എവിടെ നടാൻ പറ്റും. ഈ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം അല്ലേ സലൂമി? എന്തേ? ഇല്ല, ഈ ഫുട്പാത്തിലൂടെ ഞാൻ എത്ര വട്ടം നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അനുഭൂതി ഇപ്പൊ സലൂമിയോടൊപ്പം നടത്തും. പോവേണ്ടല്ലോ. വേണ്ട. ഇവിടെ എവിടെ താമസം? അതൊരു ബംഗ്ലാവില്. ബംഗ്ലാവിൽ ഗോപാൽജി കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, വലിയ മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ മൂപ്പറോട് താമസിക്കണമെന്ന് വലിയ നിർബന്ധം. എനിക്ക് ഈ കള്ളും കഞ്ചാവ് അങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊന്നുമില്ല. എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ സ്നേഹത്തിന് മുമ്പിൽ വീണു പോകാത്ത ആരുണ്ട് കുട്ടി? വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരു അണക്കെട്ട് കുട്ടി ഒഴുകുന്ന പോലെയുണ്ട്. അണക്കെട്ട് പൊട്ടിയോ? ഏത്? മുല്ലപ്പെരിയാറോ? അല്ല, അത് ഞാനൊരു ഉപമ പറഞ്ഞത്. കുറേ കാലം മനസ്സിലടക്കി വെച്ച സലോമിയോടുള്ള ഇഷ്ടം ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകും പോലെ പുറത്തേക്ക് ചാടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ. സലോമിക്ക് സാഹിത്യവാസന ഇത്തിരി കുറവാണല്ലേ? സാഹിത്യം വാസനിക്കോ? വാസന. ഈ പുതിയ പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ ആ കടലാസിൻ്റെ പ്രിന്റ് ചെയ്ത മഷിയുടെയൊക്കെ ഒരു മണം ഉണ്ടാവാറില്ലേ?
അതാണ് സാഹിത്യവാസം. അമ്മച്ചി സലോമി എന്നെ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത്? സലോമിയോട് അവള് കിടപ്പാ മോനെ, ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. എന്താ കാര്യമെന്ന് പറ. അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി. അയ്യോ, വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാന്നാ വിചാരിച്ചത്. എന്നിട്ട് ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയിൽ. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല. എന്നിട്ട് ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വരാൻ 1 മാസം കഴിയും. അവിടെ പോപ്പിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുക അത്രേ. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും. 3 ലക്ഷം വേണമല്ലേ? മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട. കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. സലോമി കരയാതിരിക്കുക. അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അവനെ ഒന്ന് തന്നെ. എന്താ പക്ഷേ നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ? അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണല്ലോ പ്രാർത്ഥന. എന്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിന്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വരാ, നീ എന്നെ എങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്തു പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലം നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. തമ്മിലും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വെച്ചാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനേരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മയത് തരില്ല. പക്ഷേ കേശവന്നാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദനല്ലേ? ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്ന്. അയ്യോ, ചേട്ടൻ മൂന്നാറി ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാണ് ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ട് ചെയ്യും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു, എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു.
ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേട്ടന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ എനിക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു തരും. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത്. അത് എൻ്റെ കുറ്റാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी, मैं तो ए, मोबाइल चुप रहो, सब जाओ जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുകളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു. അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലോ. ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം. അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങി വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവന് അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് വന്നപ്പോ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചല്ലേ. അത് വിറ്റ 1 മാസത്തിന് അതിനേക്കാൾ നല്ലൊരെണ്ണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാ. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റൂ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണ്. സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി.
ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ഇന്ദ്രൻപലയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട് എന്താ ഒരു ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്നേ? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണ കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന് അല്ല, എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കാം. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ? ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അത് ശരി. ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുലർച്ചെ 3 മണിക്കാണ്. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വാതിൽ നടക്കട്ടെ. ഒരു മിനിറ്റ്, ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടൻ ഇത് എന്ത് പറ്റി? വാതിലടിക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ? 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സിൽവിമോ വരാൻ വൈകിയപ്പോൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. കുറേ ബുദ്ധിമുട്ടി കാണുമല്ലേ? ഓ, ബൈക്ക് വിറ്റു, പിന്നെ കുറച്ച് അമ്മ വന്നു. അല്ല, അനാഥ മന്ദിരത്തിലെ അമ്മ അവർ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്, അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു ചോദിക്കില്ല. എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം. അതിന് പ്രയാസമില്ലല്ലോ. ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റിങ് വന്നാൽ പോരെ? ആ മോളെ, പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോവാം വിസ വാങ്ങാൻ. ശരി. അപ്പോഴേ സെൽവിമോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം. എല്ലാം കർത്താവിൻ്റെ കൃപ. മോൻ അകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. അതെ, ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം. പഴയൊരു ഫ്രണ്ട് വരുന്നുണ്ട്. വൈകി ഞാൻ വിളിക്കാം. ഹലോ, എന്താ? ഒന്ന് ചുമ്മാ ഇരിക്കലേ. നെക്ലേസ് ഇവിടെ പോവാനാ? വീടിൻ്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതവിടെ തന്നെ കാണും. വേണ്ട, പോലീസൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും. പോലീസ് വേണ്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഈ നെക്ലസ് എത്ര പോണ്ടായിരുന്നു? പവന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവി ചേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ലേ? ആ, ഗോപിയേട്ടൻ വന്നല്ലോ. എന്ത് പറ്റി? ഡേവിസേട്ടനെ മോളി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നതാണ് അളിയ. സുധാരണ ഇപ്പൊ വന്നു. അതൊക്കെ പിന്നെ പറയാ. അളിയൻ എന്താ ഇക്കാര്യം പോലീസിൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ? അവർ വാദിയെ പ്രതിയാക്കി കളയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നേ, വേറെ ഇവിടെ പോവാനാ? വീട് മൊത്തം അരിച്ചു പെറുക്കി. പിന്നെ അത് ഇവിടെ പോയി കുറേയൊക്കെ ശ്രദ്ധ വേണം. ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐൻ്റെ പരിചയക്കാരനാണ്. അങ്ങനെ ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും. അപ്പൊ പോലീസിൽ പറഞ്ഞു അല്ലേ? വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. കള്ളം പോയാലും വിരലടയാളം അവിടെ തന്നെ കാണുമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോവാം. ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പം തന്നെ വൈകി. കൂലിയൊക്കെ പിന്നെ കൊടുക്കാം. പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനാ? അതല്ല, എനിക്ക് ആട്ട വാങ്ങണം, ചപ്പാത്തി ഉണ്ടാക്കാൻ. ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ള സുധാര? ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാൽ? വിരലടയാള വിദഗ്ധ പരിശോധിക്കുന്ന ആള് അല്ലേ? വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിൻ്റെ ഇടയിൽ നീ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ?
എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാറില്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ. എല്ലാവരും പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയിട്ടില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും.